പക്ഷെ ഈ സ്ത്രീ വിജയിക്കാണ് മക്കളെ. ഈ സ്ത്രീനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. സ്ത്രീന്റെ മണ്ട അതുപോലെ തന്നെ ദൈസാണ്, നാവ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, എനിക്കൊരാളെ കച്ചവടം, അയാൾ എങ്ങനെയാണ് അയാളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നത്, അയാൾ ഏതൊക്കെ രീതിയിൽ കച്ചവടം ചെയ്യുന്നത് ഒരാളാണ്. അപ്പം ഈ സ്ത്രീ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യുന്നത്, കുറെ ആളുകൾ ഏതൊക്കെ രീതിയിൽ, ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ രീതിയിലാണ് യൂട്യൂബിൽ ഈ സ്ത്രീ സക്സസ് ആയത്. ഈ സ്ത്രീ ബിഗ് ബോസിൽ പോയി കണ്ട് മറ്റൊരു ഐഡിയോളജി അവിടെ പ്രയോഗിച്ച്, ഈ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഐഡിയോളജി ഈ സ്ത്രീ പ്രയോഗിച്ച്, അത് അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയോളജി അവിടെ ഊമ്പി തെറ്റി തോറ്റുപോയി ആ സ്ത്രീ. അപ്പം ഇപ്പൊ ഏതായാലും കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയുന്നൊന്നുമില്ല, നമുക്ക് നൈസായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ, എനിക്ക് അതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്ത് പിന്നെ ഒന്നാമതായിട്ട് ഈ കാര്യത്തിൽ ഈ കേട്ട ഈ ക്ലിപ്പിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന് പടച്ചവനെ കുറിച്ചിട്ടും, രണ്ടാമത്തത് ഈ പറഞ്ഞ അയ്യോ പൊത്തോന്നൊക്കെ പറഞ്ഞ് കിടന്ന് മോങ്ങേണ്ടി വരും എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. ആദ്യം അത് തന്നെ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഈ വിഷയം ഒന്നും കൂടി പറയേണ്ടതുണ്ട്. കാരണം അനാവശ്യമായിട്ട് ഒരു സ്ത്രീനെ, സമൂഹത്തിൽ പതിവൃത്തിയായിട്ട് ജീവിച്ചു പോണ ഒരു സ്ത്രീനെ കുറിച്ചിട്ട് ആരോ എന്തൊക്കെയോ പറയുന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. ഇതിവിടെ സമൂഹം കണ്ടത് തന്നെ അവരത് ബോധ്യപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇവരാരൊക്കെ എന്തൊക്കെ പറയുന്നോ, ഈ പറയുന്നതൊക്കെ വിവി ഹിയർ, ഈ മൂപ്പൻസ് വ്ലോഗ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. പക്ഷെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സമൂഹം സൊസൈറ്റി കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിലൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല. പിന്നെ പറയാനുള്ളത്, ഈ ആർത്തവത്തോടെ അന്തസ്സായിട്ട് ജീവിച്ച് ജനിച്ച് ചിന്തിച്ച് മരിച്ചു, ഒരു സ്ത്രീയായിട്ട് ചിന്തിച്ച് മരിച്ചുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ തെളിവുകൾ കൊണ്ടുവരാം, എന്നെ കൊണ്ട് ഇനി അത് ചെയ്യിപ്പിക്കരുത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ, ബാധിക്കുന്നില്ല എന്നുള്ളത് ഇത് വെറുതെ നാവാടുക, സ്ത്രീ വെറുതെ വായ്ത്താളം അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായിട്ട് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങളൊക്കെ പടർത്തി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് കുറെ വഴികളുണ്ട്. അതൊന്ന് ആദ്യമായിട്ട് ഒരു വ്യക്തി എന്ന നിലക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ, തെളിവുകളൊക്കെ കൊണ്ടുവരുന്നത്. ആ തെളിവുകൾ കൊണ്ടുവന്നിട്ട് കരയിന് അതല്ലേ ചെയ്യേണ്ടത്. ഈ രണ്ടാമത്തെ കാര്യം പടച്ചോന്റെ കാര്യം നോക്കാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി കണ്ടു നോക്കാം നമുക്ക്. ഈ ഫസ്റ്റ് ഒരു 15 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന്റെ അടുത്ത് ഇപ്പൊ ഏതായാലും ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ട് മൂപ്പരം ഉത്തരം കിട്ടുക ആ ഒരു രീതി ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ സ്ത്രീന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ പറയുന്ന അള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനും അള്ളാഹുൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. അപ്പം എനിക്ക് എന്റേതായിട്ടുള്ള വിശ്വാസം കണ്ട് ചിലപ്പം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്റെ ആത്മീയത്തിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബാലിശക്കാരനാണ്, അതല്ലെങ്കിൽ ഞാനൊരു അല്പവിശ്വാസി എന്നൊക്കെ പറയാൻ പറ്റും. ഞാനിങ്ങനെ കാട് കയറി പോയി ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, ലളിതമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്ത്രീക്ക് ഈ പറയുന്ന അള്ളാഹു ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഹലാലാക്കി തന്നിട്ടുണ്ടോ? അതിന് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇസ്ലാം, അതിൽ ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രം, അത് ഇപ്പം പുരുഷൻക്കാണെങ്കിലും സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും അത്രമേൽ കട്ടിയും കാഠിന്യം കടുപ്പും ഭയങ്കര നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉള്ള ഒരു മതമാണ് ഇസ്ലാം. സ്ത്രീക്കും പുരുഷനൊക്കെ ഏകദേശം അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീ, ഓക്കെ, ഞാൻ പറഞ്ഞിരുന്ന വേറെ വിഷയമാണ്, ഞാൻ മതം പറയുക കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ഒരു മനസ്സിലാൻ വേണ്ടി പറയാണ്. ഈ സ്ത്രീ പറയാണ് അള്ള നോക്കിക്കോളുന്നു. അപ്പം ഈ സ്ത്രീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അള്ള ഹലാലാക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ടാണോ ഈ സ്ത്രീ ബിഗ് ബോസിനുള്ളിൽ പോയിങ്ങണ്ട്? ഒരു കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം എടുത്ത് ചോദിക്കും. ഇവര് ഈ നക്കിയത്, കടിച്ചത്, പിടിച്ചത്, ഉമ്മ വെച്ചത്, തൊടല്, പിടിക്കല്, മാന്തല്, പുതപ്പിന്റെ ഇടയിലിട്ട് കൈ കാലം ഇളക്കി കളിക്കല് വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നു വെക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എടുത്ത് പറയാണ്, ഗബ്രീന്റെ അടുത്ത് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് കാണണോ എന്നുള്ളത്. കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അത് എന്തായിക്കോട്ടെ, ഇനിയിപ്പോ കയ്യിലുള്ള കർച്ചീഫ് കാണണമെന്നാണോ ചോദിച്ചതെന്നെങ്കിലും എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടീന്റെ കൂടെ ഒക്കെ ഇരുന്നുണ്ട്, കുഞ്ഞിന്റെ കൂട്ടത്തിൽ ഇരുന്ന് എല്ലാ ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു സംഭവം കാണുകയാണ്. ഈ കാണണം എന്നൊക്കെ ചോദിക്കുന്ന എപ്പിസോഡ് പോലുള്ള പല സാധനങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നിന്ന് ഇത് കാണുകയാണ്. അപ്പൊ ഈ കാണുന്ന കുട്ടി ചോദിക്കാണ്, മാമ ആ ആന്റി എന്താണ് ആ അങ്കിളിന്റെ അടുത്ത് കാണണോ എന്ന് ചോദിച്ചാൽ എന്ത് കാണണമെന്നാണ് ചോദിച്ചതെങ്കിൽ, ആ കുട്ടി നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം സിറ്റുവേഷൻ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറയണം അവിടെ?
നീ പറ, നിന്റെ അള്ള എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നീ ഇങ്ങനെ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും, നീ പറഞ്ഞല്ലോ കയ്യിലുള്ള എന്തെങ്കിലും വസ്തു കാണണം, അല്ലെങ്കിൽ മോതിരം കാണണമെന്നോ മുട്ടി കാണണോ എന്തായിക്കോട്ടെ, നീ എന്ത് കാണണമെന്ന് ചോദിച്ചൊന്നും ഇവിടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്റെ അള്ള പറഞ്ഞിട്ട് എനിക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട കാണണോ അല്ലെങ്കിൽ എന്നാ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പം അള്ള നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ ഏത് രീതിയിലാണ് സ്ത്രീനെ പ്രമോട്ട് ചെയ്യുന്നത്, ഈ സ്ത്രീ ഏത് രീതിയിലാണ് ഈ സ്ത്രീ എന്താ പറയാ ഈ ഒരു രീതിയിൽ ഇപ്പൊ യൂട്യൂബിൽ സക്സസ് ആയ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമുക്ക് അടുത്തൊരു ഭാഗമുണ്ട്, കണ്ടോക്കാം. ഇനി കേൾപ്പിക്കാൻ പോണ ഈ ഒരു ഭാഗം അത് ഞാൻ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. കാരണം ഇതും കൂടി ഒന്ന് പറയണത് സിമ്പിൾ ആയിട്ട് ഒക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അത് കുറച്ച് പേരോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചൊരു സാധനമാണ്. എനിക്ക് കത്ത് വന്നതൊന്നും അല്ല. എന്റെ കത്ത് ഇവിടെ പല കാര്യങ്ങൾ ഇവളെ ഇൻബോക്സിൽ പോയിട്ട്, അതല്ലെങ്കിൽ ഇവളുടെ എന്താ പറയാ ഇവളുടെ കമന്റ് ബോക്സ്, ഇവളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്താൽ, അല്ലെങ്കിൽ ഇവളെ കുറിച്ച് ഒരു സംബന്ധമായിട്ടുള്ള സംസാരം വരുമ്പോൾ ഇനി ആദ്യം ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് ഈ കത്തിനെ കുറിച്ചാണോ, അത് എന്തിനെ കുറിച്ചാന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബുദ്ധിയുള്ള അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിവേക ബുദ്ധി തിരിച്ചറിവും കാര്യം മനസ്സിലാവും. അന്നം തിന്നുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ആ ഒരു കാര്യം ഒരാൾക്ക് വാക്ക് കൊടുത്ത് അതേ മനസ്സുകൊണ്ട് തന്നെ വേറൊരാളെ പ്രേമിക്കുമ്പോ ഈ സ്ത്രീന്റെ കാഴ്ചപ്പാട് എങ്ങനെ പോണം എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞതല്ല, ഞാൻ ആലോചിച്ച് നോക്കിയത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ കത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും ആരും ഇവിടെ ചോദിക്കുന്നില്ല. ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലുള്ള കുറെ കഴപ്പും അതല്ലെങ്കിൽ അമ്മാതിരി കുറെ ഐറ്റംസ് ഒക്കെ ഇനി പല രീതിയിലും കാണിച്ചിട്ടുണ്ടല്ലോ. ഒരുമാതിരി കുത്തിക്കഴപ്പെന്നായിരുന്നു അതൊക്കെ. അപ്പൊ ആ കാര്യങ്ങൾ ഇനി ഏത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ എന്തൊക്കെ പഠിച്ചു വിടുകയാണ്, വേണ്ടാധീനങ്ങൾ പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒളുപ്പുണ്ട് തന്തക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതൊന്നും പറയില്ലായിരുന്നു. ഓക്കെ, ഇറങ്ങിയപ്പോ വാളിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും. ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ചെയ്യാൻ നിന്ന ഇപ്പൊ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഇങ്ങനെയാണെന്ന് അയ്യോ ഇനി ദൈവം തെളിയിച്ചോളൂ. ഓക്കെ, ഇന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം തെളിയിച്ചോട്ടെ. പക്ഷെ നീ ചെയ്ത കാര്യങ്ങൾ തെളിയിക്കാൻ നോക്കണം, അതല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾക്ക് ദൈവം കൊടുത്തോളുന്നു. അത് ഏത് ദൈവമാണോ? യഥാർത്ഥത്തിൽ ഇവളൊരു ഇസ്ലാമിക വിശ്വാസമാണെങ്കിൽ ഇവൾക്ക് ആ ഒരു വിശ്വാസത്തിൽ അതങ്ങനെയാണ്. അപ്പം ഓക്കെ, ഒരു അല്പവിശ്വാസം എന്ന രീതിയിൽ ആ ദൈവം വേണം, നമുക്ക് എല്ലാവരും വേണം, എന്തും വേണം, ലൈഫ് എൻജോയ് ചെയ്യണം. അതിപ്പോ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അത് പാടില്ല ഇത് പാടില്ല അങ്ങനെ ഒരു ചിന്ത അത് നല്ലതൊന്നാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ഈ സ്ത്രീ ഈ രീതിയിൽ എപ്പോഴും അള്ളാന്റെ പഠിച്ചോനെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ മറ്റേ അതൊക്കെ പറയണ ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇമാതിരി കഴപ്പും കുത്തിക്കഴപ്പൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഈ സ്ത്രീ എങ്ങനെയാണ് ഇപ്പോഴും ഇത്രയും റീച്ച് ആയിട്ട് നിൽക്കുന്നത്? ഈ സ്ത്രീക്ക് ഇത്രയും സപ്പോർട്ട്, ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് കാരിയർ ഈ സ്ത്രീക്ക് എങ്ങനെ ഉണ്ടായി? ഇതെന്നാണ് ഞാൻ ഒരു കാര്യം കൂടി ഈ സ്ത്രീന്റെ ബോധത്തിലേക്ക് ബോധ്യമാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ യൂട്യൂബിൽ ഈ സ്ത്രീക്ക് അപ്പറ്റം അതല്ലെങ്കിൽ ഇപ്പോ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമുദായത്തിന്റെ പ്രത്യേകം തിരുനോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ചെയ്തു കൂട്ടുന്ന പല പ്രവർത്തികളും ഇതുപോലുള്ള സംസാരങ്ങളും അതൊരു കച്ചവടമാണെന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലായില്ല? ഇത് ഈ പറയുന്ന പോലെ ഭയങ്കര ചക്രകൂടം പോലുള്ള ഒരു പതിവൃതമായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ എപ്പോഴും അള്ളാഹൊന്നും പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞു എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ യൂട്യൂബ് ചാനലിന് കിട്ടുന്ന വരുമാനം സ്ത്രീയെ നിനക്ക് ഹലാലാണോ? സ്ത്രീയെ തിരിച്ച് ആ ചോദ്യം എന്റെ അടുത്തേക്ക് വേണ്ട. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ സപ്പോർട്ട് വേണമെന്നോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ടീമാണ് നമ്മുടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു വിശ്വാസത്തിലൊന്നും ജീവിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാനും അതുപോലെ പല ആളുകളും. അപ്പൊ ഈ സ്ത്രീ ചെയ്തു കൂട്ടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നത് പല മതക്കാരും ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പം ഈ സ്ത്രീ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും ഇതുപോലുള്ള രീതിയിൽ ഒരു പ്രത്യേകതരം ടീമിന്റെ അനുകമ്പയും അതല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇതിന്റെ മുഖം നോക്കിയതായിരുന്നു. ഞാൻ എന്താന്ന് പറയാ ഇതൊന്നും വ്യക്തിയായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഈ സ്ത്രീന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഇത്രത്തോളം ഈ കാര്യങ്ങൾ എത്ര ഓപ്പണായി വന്നിട്ടും സ്ത്രീനെ കുറിച്ച് ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകളുണ്ട്. ഒരു മതത്തിന് അതിപ്പം ഓക്കെ കുറെ ആളുകൾ പല പേരുള്ള ആളുകൾ അവരുടെ മതം ഒന്നും ഇപ്പൊ ഏതോ നോക്കാൻ പല പേരുള്ള ആളുകൾ ഈ സ്ത്രീനെ പാശ്ചാത്തെറി പറഞ്ഞു പോകുന്നുണ്ട്. ഇൻബോക്സിൽ എടുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. കമന്റ് ബോക്സിലും ഇപ്പൊ ഈ യൂട്യൂബിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിയ കാര്യങ്ങൾ ബോധ്യവും.
അപ്പൊ അതിന്റെ അടിയിലും കുറെ സപ്പോർട്ടായിട്ട് വരുന്നത് ഈ കുറെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ്, അല്ലാത്തവരും ഉണ്ട്. അത് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് കൂടുതൽ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ സ്ത്രീ വിജയിക്കാണ് മക്കളെ. ഈ സ്ത്രീനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. സ്ത്രീന്റെ മണ്ട അതുപോലെ തന്നെ ദൈസാണ് നാവ്, ഭയങ്കരமான ഒരു സംഭവം. ഒന്നും പറയല്ല മക്കളെ.